ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതും നടക്കാഞ്ഞിട്ട് ഉപേക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയം കണ്ടൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എന്താ പറയുന്നത്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഉപേക്ഷിച്ചാലും പ്രപഞ്ചം അത് ഉപേക്ഷിക്കില്ല. അത് നമ്മുടെ കയ്യിൽ തന്നെ ദേ ഇങ്ങനെ കൈവിളയിൽ കൊണ്ടുതരും എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് ഈ യാത്ര. ഇല്ലിക്കൽ കല്ല് ഞാൻ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിൽ അതിമനോഹരമായതും അതിഭീകരമായതുമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടും വീഡിയോസ് കണ്ടൊക്കെ എൻ്റെ മനസ്സിൽ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു യാത്രയും കൂടിയാണിത്. നല്ല ഉയരത്തിൽ സൂര്യൻ്റെ പ്രകാശവും അതുപോലെ ചെറിയ മഴച്ചാറ്റലൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ എന്ന് കരുതി നമുക്കതൊക്കെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗം ഇല്ല എന്ന് കരുതി ഞാൻ ഉപേക്ഷിച്ച ഒരു യാത്ര കൂടിയാണ് കേട്ടോ ഇത്. ഇല്ലിക്കൽ കല്ലെന്ന് മാത്രമല്ല, വേറെ എവിടെയോ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നത് ഇത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലൂടെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ടുള്ള ഇല്ലിക്കൽ കല്ല് അതിൻ്റെ ബാക്ക് സൈഡിലത്തെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതലൊക്കെ വിവരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇല്ലിക്കൽ കല്ലിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാനസികമായിട്ടുള്ളൊരു പവറൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ യാത്ര പുറപ്പെടാമെന്നും കൂടി കരുതിയത്. നമ്മളിതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുന്നത്, മനസ്സിനൊക്കെ ഒരു സംതൃപ്തിയാണോ, പക്ഷേ നമ്മൾ എന്തൊക്കെയോ നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു ഫീലാണ് കേട്ടോ നമുക്ക് വരുന്നത്. ഏറ്റവും മുകളിൽ ടോപ്പിൽ ഇങ്ങനെ ഒരു കുരിശുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു മൈൻഡൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു കയറി കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കാലൊക്കെ വേദനിച്ച് തുടങ്ങും. പക്ഷേ പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു എന്താ പറയുന്നത്, ഒരു പവർ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചും കൂടി ഒരു മുക്കാൽ ഭാഗം, ഒരു 75% ഒക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലുകൾ മുകളിലോട്ട് വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുകളിൽ ചെല്ലും കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് നരകപാലം വഴിയാണ് കേട്ടോ. നരകപാലം വഴി തൊട്ടപ്പുറത്ത് തന്നെ ഒരു മൊട്ടക്കുന്ന് പോലൊരു പാറയുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നമുക്ക് കൈ പിടിക്കാനുള്ള കൈവരിയോ അതുപോലെ കാല് ഫ്രീ ആയിട്ട് എടുത്ത് വെച്ച് നടന്ന് പോകാനായിട്ടുള്ള സ്പേസോ ഇല്ല. അപ്പോൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു അശ്രദ്ധ പോലും 2 സൈഡിലേക്കും നല്ല ആഴത്തിലുള്ള കൊക്ക പോലത്തെ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ പോലും നമ്മുടെ ജീവനാപത്തായിരിക്കാം. അതുകൊണ്ട് സേഫായിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അതുപോലെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്, വേറൊരു എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നതും ഞാൻ ആ ഒരു രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്തത്. നമുക്കൊന്നും ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. പക്ഷേ നമ്മൾ ആ മനസ്സിൽ ചെറിയൊരു ആഗ്രഹത്തിൻ്റെ ഒരു തിരി കൊളുത്തി കൊടുത്താൽ മതി. അത് നമ്മൾ ഡിവൈൻ പവർ നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. ഇപ്പോൾ പുറത്ത് പോകാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് ടിക്കറ്റ് പിടിച്ചോ എന്ന് പറഞ്ഞ് തരുന്ന പോലെ നമുക്കൊരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. നമ്മൾ അതിൽ പിടിച്ചങ്ങ് കയറിയാൽ മതി. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ കയ്യിൽ കൊണ്ട് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രമിക്കണം. പിന്നെ നമ്മൾ അതിൽ കുറേ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കും. കുറേ നല്ല റിലേഷൻസ് നമുക്ക് കൊണ്ട് തരും. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു എന്താ പറയുന്നത്,
വിഷ്വൽസൊക്കെ കണ്ടു. 360 നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുത്തെ ആ ഒരു ഇതൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ്, ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല രീതിയിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി പോയിട്ട് നല്ല രീതിയിൽ വിഷ്വൽസൊക്കെ എടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്ര വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. നമ്മൾ പോകേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ട് 6 ആ ഒരു സമയത്ത് നമ്മൾ ടോപ്പിൽ എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ പോകാൻ. അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ചെറിയ വെയിലും പിന്നെ തലേ ദിവസം പെയ്ത മഴയുടെ ചെറിയൊരു മഴത്തുള്ളിയുടെ ഒരു എന്താ പറയുന്നത് കാറ്റും ആ മഴ എന്താ പറയുന്നത് ആ മഴയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റൊക്കെ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, നല്ല കോടമഞ്ഞിറങ്ങിയ സമയത്തൊക്കെയും കൂടി പോകണം കേട്ടോ. പിന്നെ കൂടുതലും മഴയുള്ള സമയത്ത് പോകാതിരിക്കുക. നമ്മൾ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് വെള്ളം കല്ലും എല്ലാം ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. വെള്ളം വന്നിട്ട് അപ്പോൾ ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മണ്ണ് ചെറുതായിട്ട് നമ്മളിങ്ങനെ ചവിട്ടും തോറും പൊടിഞ്ഞ് താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ മഴ സമയത്തൊക്കെയും അപ്പോൾ അതിൽ കൂടുതലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ വന്നപ്പോൾ കുറച്ചും കൂടി നല്ലൊരു വിഷ്വൽസ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയതുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. അതേ നമുക്ക് എന്താ പറയുന്നത്, എനിക്ക് കൂടുതലൊന്നും ഇതിനകത്ത് പറയാനായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്. അപ്പോൾ ഇല്ലിക്കൽ കല്ലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. വന്ന വഴിക്ക് കണ്ട നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് അതും കൂടി ഒന്ന് വിഷ്വൽ എടുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. മാത്രമല്ല വെപ്രാളമൊക്കെ പിടിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലെ ടെൻഷൻ ഒന്നും വെച്ചുകൊണ്ട് പോകാൻ നിൽക്കേണ്ട. ഫ്രീ ആയിട്ട് പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്